ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസിലെ പ്രാഥമികമായ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുക. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി NDAയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ആരോഗ്യത്തോടൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. തലസ്ഥാന നഗരത്തിൽ അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, വാർത്തകളിലേക്ക്. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചരണത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ UDFും NDAയും സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ആലോചനകളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് UDF നേതൃത്വം കോൺഗ്രസും ഇന്ന് കടക്കുന്നുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ തന്നെ ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തുന്നുണ്ട്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കോൺഗ്രസിൻ്റെ നാളെയാണ് നടക്കുന്നത്. നിലവിൽ സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണമെന്ന ഒരു ധാരണ കോൺഗ്രസിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ നിലവിലെ MPമാർ തന്നെ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് സാധ്യത. മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ഒരു അന്തിമ ധാരണ ഉണ്ടാവുക. പിന്നീട് ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനവും പ്രഖ്യാപനവും നടത്തുക. അതേസമയം ഈ വയനാട്, ആലപ്പുഴ സീറ്റുകളെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. മറ്റൊന്ന് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. നേരത്തെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഈ ലീഗുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഈ 3ാം സീറ്റ് ആവശ്യത്തിൽ ലീഗിന്റെ തീരുമാനവും ഇന്നുണ്ടാകും. ഇതിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഉപാധികൾ ലീഗ് സ്വീകരിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുപോലെ തന്നെ NDAയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നേതൃയോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 NDA നേതൃയോഗം നടക്കുന്നത്. നിലവിൽ 16 സീറ്റുകളിൽ BJPയും 4 സീറ്റിൽ BDJസുമാണ് മത്സരിക്കുന്നത്. ഘടകകക്ഷികളടക്കം ചില സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ BJP നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കും. ഈ പട്ടികയുമായി K സുരേന്ദ്രൻ നാളെ ഡൽഹിയിലേക്ക് പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പിന്നീട് BJP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നായിരിക്കും BJP സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനവും എടുക്കുക. എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളം പിടിക്കുക എന്നതായിരിക്കും UDFും ഒപ്പം NDAയും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുക. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കോൺഗ്രസിൻ്റെയും NDAയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് പറയാനുള്ളത്. താങ്ക് യു MG പ്രതീഷ്. സൗമ്യ ചിന്മയൻ പറയുന്നു, സാർ, ആലപ്പുഴയിൽ നിന്നാണ്. ഇന്ന് ഉച്ചവരെ കുട്ടികൾക്ക് പരീക്ഷയുണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയാകുന്നു. ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും സൂക്ഷിക്കുക. അത്യാവശ്യം ഒരു കുടയായിട്ടൊക്കെ നമ്മൾ പോകണം. കാര്യം ചൂടിന്നും കൂടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. മുരളീധരൻ നായരൊക്കെ SKN ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. കുറേ അധികം ഭാഗ്യലക്ഷ്മി, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നേതാവ് ഭാഗ്യലക്ഷ്മി അല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SJP പറയുന്നു, SKN ചായ തണുത്തു പോകും. തണുക്കാതിരിക്കാനുള്ള വേറെ സൂത്രപ്പണികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നേ. ഓക്കെ.